നല്ലൊരു സോഫ്റ്റായിട്ട് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനതിന് ഇത് കണ്ടോ, അരി ഉഴുന്ന് ഞാൻ ഇതൊരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് വെള്ളത്തിൽ. നമ്മൾ ഈ കുതിർത്ത വെള്ളത്തിൽ തന്നെ അങ്ങോട്ട് അരച്ചെടുക്കാം. ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ്, പച്ചരിക്ക് ഒരു 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ സ്പൂൺ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഉലുവ ചേർത്ത് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല മയമായിരിക്കും. നമുക്ക് ആദ്യം തന്നെ ഈ ദോശയ്ക്ക് ഇതൊന്ന് അരച്ച് വെക്കാം. നമുക്കിത് രണ്ടായിട്ടൊന്ന് അരച്ചെടുക്കാം, ഒന്നിച്ച് അരയ്ക്കാൻ പറ്റിയല്ല. നമുക്ക് ദോശയാകുമ്പോൾ നമ്മൾ ഒത്തിരി നീണ്ടു പോകാതെ എടുക്കണം. എൻ്റെ കൂട്ടത്തിൽ ഈ പകുതി ഉലുവയും കൂടെ ഇട്ട് നമുക്ക് ആദ്യം അരയ്ക്കാം. നല്ല മയത്തി നമുക്ക് അരയ്ക്കാം. ദോശമാവ് ഇതുപോലെ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു, ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ പുളിപ്പിക്കാനുള്ള സാധനമൊക്കെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കാവുള്ളൂ. ബാക്കി മാവും കൂടെ നമുക്ക് അരച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് ഇതൊരു 8 മണിക്കൂർ നമുക്ക് പൊങ്ങാൻ വേണ്ടി വെക്കാം. നമ്മൾ ദോശയ്ക്ക് വേണ്ടി ഇന്ന് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി ഞാനൊരു ചെറിയ മുറി തേങ്ങ ചിരണ്ടിയതാണ് ഇത്. അതിനൊരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇടാം. പിന്നെ ഇച്ചിരി ഉള്ളി, നമ്മളിത് പകുതി ഉള്ളി അരയ്ക്കാൻ എടുക്കാം, പകുതി നമുക്ക് കടുക് പൊട്ടിക്കാൻ എടുക്കാം. ഒരു 2 തണ്ട് കരിയാപ്പില ഇട്ട് നമുക്കിത് ആദ്യം മിക്സിക്കകത്ത് ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ചൂടാക്കി അത് കടുക് പൊട്ടിച്ചെടുക്കാം. നമുക്കിതെല്ലാം മിക്സിക്കകത്തോട്ടൊന്ന് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. രണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് അരയ്ക്കാം. നമ്മൾ ഈ തേങ്ങയ്ക്കകത്ത് അരയ്ക്കുമ്പം കരിയാപ്പിലയുടെ ഒരു നല്ല ടേസ്റ്റ് ചമ്മന്തിക്ക് വരും. ഒത്തിരി നീണ്ടു പോകാതെ നമ്മൾ അരയ്ക്കണം. ഇത് നമ്മൾ എണ്ണയ്ക്കകത്ത് ഈ നമ്മുടെ അരപ്പൊന്ന് മൂപ്പിച്ചാണ് നമ്മൾ നീട്ടുന്നത്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ ഇത് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കി 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കാം ആദ്യം. പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉള്ളി ചേർക്കാം. ഇതൊന്ന് നല്ലതുപോലെ ബ്രൗൺ ആകുന്ന വരെ നമുക്ക് മൂപ്പിക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടി ചേർക്കാം. കരിയാപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് അരപ്പൊന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. കഴിഞ്ഞ് നമുക്ക് വെള്ളം നീട്ടി ആവശ്യത്തിന് ചമ്മന്തിയുടെ പരുവത്തിൽ എടുക്കാം. തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ തേങ്ങയ്ക്കൊന്നും ഒത്തിരി വേവൊന്നുമില്ല. നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ബാക്കി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇനി അതൊന്ന് നീട്ടാം. നമ്മൾ മിക്സിക്കകത്തോട്ട് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് തിന്നെ കഴുകിയെടുത്താൽ മതി. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. ഒത്തിരി നീണ്ടു പോകണ്ട. ചമ്മന്തിയൊക്കെ നമ്മൾ ദോശയിലൊന്ന് പിടിച്ചിരിക്കുന്ന പാകത്തിൽ. പിന്നെ തിളപ്പിക്കണ്ട. നമ്മൾ നല്ലതുപോലെ ഒന്ന് ചൂടായി ഈ ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് തിള വരാറാകുമ്പോൾ നമുക്കതൊന്ന് ഓഫാക്കണം. ഇപ്പം ഇത് നമുക്കിത് കണ്ടോ, ചമ്മന്തി കാണാൻ വേണ്ടി ഒരു പുക വരുന്നതുണ്ട്. അത് ആ സമയത്ത് നമുക്ക് നിർത്തണം, തിളപ്പിക്കണ്ടായിട്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ദോശമാവ് നല്ല പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് തവ വെച്ചിട്ട് നമുക്കൊന്ന് ദോശ ഉണ്ടാക്കിയെടുക്കാം. തവ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു തവി മാവ് ഒഴിച്ചിട്ട് നല്ലതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഞാൻ ചെറുതായിട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നും മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ഒഴിച്ചെടുത്താൽ. നമുക്ക് 2 സൈഡും മറിച്ചൊന്ന് എടുക്കാം. ദോശ ഇത് സൈഡൊന്നും കൂടി മറിച്ചിടാം. ഇപ്പുറത്തെ സൈഡ് ആ സൈഡ് കൂടെ ഒന്ന് മൊരിയുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് 2 സൈഡും. നമുക്ക് ഇതുപോലെ ബാക്കി ദോശ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ദോശയും ചമ്മന്തിയും നല്ല റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.